നമസ്കാരം. ഈ കുടുംബ ബന്ധങ്ങൾ തമ്മിൽ തകരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത് കുട്ടികളാണ്. പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞിടയ്ക്ക് എന്നെ ഒരു മനുഷ്യൻ വിളിച്ച് അദ്ദേഹം സംസാരിച്ചപ്പം, അദ്ദേഹം പ്രവാസിയായിരുന്നു. ഒരേ ഒരു മകളേ ഉള്ളൂ. അപ്പം കുറേ നാൾക്കിടയിൽ ഈ വ്യക്തിയും ഭാര്യയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായി, പേഴ്സണൽ ഇഷ്യൂസായി. കുറേയൊക്കെ ആൾക്കാർ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർ തമ്മിൽ അങ്ങോട്ട് ഒത്തുപോകുന്നില്ല. അങ്ങനെ ലാസ്റ്റിൽ ഇവർ ഡിവോഴ്സിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. നമുക്കറിയാം, നോർമലി അങ്ങനെ ഒരു ഡിവോഴ്സൊക്കെ നടക്കുമ്പം ഈ പെൺകുഞ്ഞിനെ സ്വാഭാവികമായിട്ടും സംരക്ഷണം ഏൽക്കാൻ അമ്മ ബാധ്യസ്ഥയാവും. അല്ലെങ്കിൽ കോടതി അമ്മയെ ഏൽപ്പിക്കത്തുള്ളൂ. അപ്പൻ്റെ കൂടെ വിടുന്ന കേസസൊക്കെ വളരെ റെയറാണ്. പക്ഷേ ഈ മനുഷ്യന് ഈ മകളെ പിരിഞ്ഞിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയാൾക്ക് അഡ്ജസ്റ്റഡ് ആവുന്നില്ല. ഗൾഫിൽ തിരിച്ചയാൾ ജോലിക്ക് പോയെന്നില്ല, അയാൾക്ക് ശരിക്കും ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റിൽ അയാൾ രണ്ടും കൽപ്പിച്ച് ഗൾഫിലെ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വരികയാണ്. എന്നിട്ടും പല പ്രാവശ്യം മകളെ കാണാനൊക്കെ ശ്രമിച്ചെങ്കിലും ഏതാണ്ടൊക്കെയോ കേസൊക്കെ ആ രീതിയിൽ കൊടുത്ത് ഇവർ മകളെ കാണിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നു. അങ്ങനെ ഇവരെന്താ വെച്ചാൽ ഇയാളുടെ ഭാര്യയും ഈ കുഞ്ഞുങ്ങളുടെ ഏതോ വേറൊരു സ്ഥലത്തേക്ക് താമസം മാറുകയും കുറേ നാളത്തേക്ക് എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യാതെ നിന്നു. അങ്ങനെ അയാൾ ഒരുപാട് ശ്രമിച്ച് അവസാനം ലാസ്റ്റ് മനസ്സിലായി ഈ ഭാര്യയും കൊച്ചും എവിടെ ഉണ്ടെന്നുള്ളത്. ഈ മകളെ കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ആ മനുഷ്യൻ ചെയ്തു നോക്കണം. അത്യാവശ്യമൊക്കെ ഒരു AC മെക്കാനിക്കൽ വർക്കൊക്കെ, ഇലക്ട്രിക്കൽ വർക്കൊക്കെ അറിയാവുന്നൊരു മനുഷ്യനാണ് ആ വ്യക്തി. എന്നിട്ട് കൂടെ ഈ മകൾ പഠിക്കുന്ന കോളേജിൽ അയാൾ ക്യാൻറ്റീനിൽ ഒരു തൊഴിലാളിയായിട്ട് പോയി ജോയിൻ ചെയ്തു. ആദ്യമൊക്കെ മകൾക്ക് ഇയാളെ കണ്ടപ്പോൾ ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആണെന്ന് പറഞ്ഞാലും പിന്നെ ഇവരൊക്കെ തമ്മിൽ ഇടയ്ക്ക് സംസാരിക്കുകയും അങ്ങനെ ഇയാൾക്കൊരു ആ മകളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റി. ഇപ്പം മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ മകൾ ഇടയ്ക്കൊക്കെ ഇയാളെ വന്ന് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ, പലപ്പോഴും പല വീട്ടിലും നടക്കുന്നൊരു സംഭവമാണ്. കാരണം ഇങ്ങനെയൊക്കെ ഒരു ഡിവോഴ്സൊക്കെ ആവും. ചിലപ്പം രണ്ട് വഴിക്ക് പോവും. ഭാര്യയോടുള്ള ദേഷ്യത്തിന് മക്കളോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ചിലപ്പോൾ അവരെ ഉൾക്കൊള്ളാനോ അല്ല അവരെ സ്വീകരിക്കാനോ ശ്രമിക്കത്തില്ല. പക്ഷേ ഈ മനുഷ്യന് ജോലിയും കളഞ്ഞ് മകളെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ മുന്നോട്ട് പോയപ്പോൾ അയാൾ കുറേ കഷ്ടപ്പെട്ടു. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പം അയാൾക്ക് ഭാര്യ കൂടെ ഇല്ല എങ്കിലും മകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരികയും കാണുകയും മകളുടെ ഇയാളോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറിയെന്നാണ് അയാൾ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ശ്രമിച്ചാലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതും കിട്ടത്തുള്ളൂ.